മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യു കാൺ സ്റ്റോപ്പ് ദ ബേർഡ്സ് ഫ്രം ഫ്ലൈയിങ് ഓവർ യുവർ ഹെഡ്, ബട്ട് യു ക്യാൻ സ്റ്റോപ്പ് ദം ഫ്രം മേക്കിംഗ് എ നെസ്റ്റ് ഇൻ യുവർ ഹെയർ. നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന പക്ഷികളെ നിങ്ങൾക്ക് തടയാൻ കഴിയില്ല, പക്ഷെ നിങ്ങളുടെ തലമുടിയിൽ കൂടുണ്ടാക്കുന്നത് തടയാൻ നിങ്ങൾക്ക് കഴിയും. നാം എല്ലാവരും പാപപങ്കിലമായ ഒരു ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ഇവിടെ നിന്നും ഓടി ഒളിക്കുവാനോ മാറിപ്പാർക്കുവാനോ ആർക്കും കഴിയുകയില്ല. ഈ പാപം നിറഞ്ഞ ചുറ്റുപാടിൽ നാം ജീവിക്കുമ്പോൾ പലരും പലതും നമ്മെ മാടി വിളിക്കുന്നുണ്ടാകാം. പലയിടത്തും നമുക്ക് സഞ്ചരിക്കേണ്ടതായി വരാം, പലരുമായി ഇടപെടേണ്ടതായും വരാം. അങ്ങനെ ലോകം മോഹങ്ങളും പാപപ്രവണതകളുമാകുന്ന പക്ഷികൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്നു. അവയെ തടയിടുവാൻ നമുക്ക് കഴിയില്ല. ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നാം എങ്ങനെ നിലകൊള്ളണമെന്ന്, പാപത്തോട് എങ്ങനെ പോരാടണമെന്നും ഉള്ള നിർദ്ദേശങ്ങൾ തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ നടപ്പ്, നിൽപ്പ്, ഇരിപ്പ് എങ്ങനെയാകരുത് എന്ന് നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് 1-ാം സങ്കീർത്തനം. നാം അവിടെ 3 അരുതുകളെ കാണുന്നു. 1, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. 2, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. 3, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഈ അരുതുകളെ നാം പാലിക്കുന്ന പക്ഷം ഒരു പക്ഷിയും നമ്മുടെ തലയിൽ കൂടുണ്ടാക്കുകയില്ല. ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദർ ഇസ് നെവർ എ റൈറ്റ് ടൈം ടു ബി ഇൻ ദി റോങ് പ്ലേസ് വിത്ത് എ റോങ് പേഴ്സൺ. തെറ്റായ വ്യക്തിയുമായി തെറ്റായ സ്ഥലത്തായിരിക്കുവാൻ ഒരിക്കലും ശരിയായ സമയം എന്നൊന്നില്ല. പാപങ്ങൾ നമ്മെ പിടിമുറക്കി അത് പിന്നെ മുറുകെ പറ്റുന്ന പാപങ്ങളായി മാറുന്നതിന് മുൻപേ അകന്നിരിക്കുക. ലോകത്തോടും പാപത്തോടുമുള്ള കൂട്ടായ്മയിൽ നിന്നും നാം അകന്നു മാറുന്നില്ല എങ്കിൽ ലോകവും പാപവും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്നും നമ്മെ അകറ്റിക്കളയും എന്ന് മറക്കാതിരിക്കുക. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.